എം.വി. ജയരാജന്റെ പ്രതികരണമാണ് കണ്ടത്. വിപഞ്ചികയുടെയും മകളുടെയും മരണത്തിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. വിപഞ്ചികയുടെ അമ്മയുടെ സഹോദരിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കൊലപാതകമെന്ന് സംശയമുണ്ടെന്നും മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ അനുവദിക്കരുത് എന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അഹമ്മദ് മുസ്തബ ഹൈക്കോടതി വിവരങ്ങളുമായി ചേരുന്നു. മുസ്തബ, എന്താണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത് ഇപ്പോൾ മരിച്ചിരിക്കുന്ന അവരുടെ മൃതദേഹത്തിന്റെ സംസ്കാരം ഷാർജയിൽ നടത്തരുത്. അതിന് മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ നടപടി ഉണ്ടാകണം. ബന്ധപ്പെട്ട രേഖകൾ UAE അധികൃതർ നൽകുന്നില്ല. മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മരണം ചില അസ്വാഭാവികതകളുണ്ട്. പ്രത്യേകിച്ച് ഈ വിഭജികയുടെ മാതാവിന്റെ സഹോദരിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചില സംശയങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഈ സ്വത്ത് തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അത് കൈക്കലാക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ഈ സംഭവത്തിന്റെ 4 ദിവസം മുമ്പ് ഒരു ഫോൺ കോൾ വഴി അവർക്ക് വിവരം ലഭിച്ചിരുന്നു. ആ സംസാരത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ വിഭജികയോടൊപ്പം തന്നെ അവരുടെ മാതാവ് ഇവർക്ക് ചില പേടികളും അതോടൊപ്പം തന്നെ മാനസികമായ ട്രോമകളും ഉണ്ടായിരുന്നതായി ജൂലൈ മാസത്തിലെ 6-7 തീയതികളിൽ പലപ്പോഴായി ഇങ്ങനെ നിസ്സഹായത അനുഭവിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ തങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തതായി കാണുന്നുണ്ട്. അത്തരങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഇതിനു പിന്നിലുണ്ട്. അതുകൊണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇതൊരു ആത്മഹത്യ മാത്രമല്ല, അത് വിശദമായി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിന് മൃതദേഹം ആദ്യം നാട്ടിലെത്തിക്കണം. അതിനുള്ള ഇടപെടൽ തേടിയാണ് ഇപ്പോൾ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിഷാദ്, ശരി. വിപഞ്ചികയുടെയും മകളുടെയും സംസ്കാരം കേരളത്തിൽ തന്നെ നടത്തണമെന്നാണ് അവരുടെ കുടുംബത്തിന്റെ ആവശ്യം. കാരണം ഇതൊരു കൊലപാതകമാണെന്ന് സംശയമുണ്ട്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനൊക്കെ അവിടെ സംസ്കാരം നടത്തിയത് പ്രയാസമാകുമെന്ന ആധിയാണ് അവർക്കുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്.